സർ, കഴിഞ്ഞ ദിവസം ഈ എക്കണോമിക് ടൈംസിൻ്റെ വേൾഡ് ലീഡേഴ്സ് ഫോറം എന്നൊരു പരിപാടി അവർ സംഘടിപ്പിച്ചിരുന്നു. അതിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, രാജ്യം ഒരു സുവർണ നേട്ടത്തിനരികെ നിൽക്കുകയാണ് എന്ന്. എന്താണ് സാർ ആ സുവർണ നേട്ടം? മോഡി ഉദ്ദേശിച്ചത് എന്താണ്? അതായത് നമ്മളിവിടുന്ന് പല കാര്യങ്ങൾക്കും ഇനിയും നമ്മുടെ ഒരു വിപണിയാണ് ഇന്ത്യ മഹാരാജ്യം. ഇവിടുന്ന് കയറ്റുമതി ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം, 100 രാജ്യങ്ങളിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ കയറ്റും. 100 രാജ്യങ്ങളിലേക്ക്. അത് ചെറിയ കാര്യമല്ല. അത് പിന്നെ യൂറോപ്പ്, ജപ്പാൻ തുടങ്ങിയ വികസിത വിപണികൾ ഉൾപ്പെട്ട 100-ലധികം ഇടങ്ങളിലേക്കാണ്. അത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇനിയുള്ള കാലത്ത് അതിൻ്റെ ഒരു യുഗമാണ്. അതെ. പിന്നെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അല്ല, നിതിൻ ഗഡ്കരി അതിന് വേണ്ടി വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ധാരാളം ഇലക്ട്രിക് വാഹനങ്ങളാണ് ഓടുന്നത്. അതുകൊണ്ട് മലിനീകരണവും വളരെ കുറവാണ്. മറ്റ് പാഴ്ചെലവ്, പ്രശ്നങ്ങൾ അതൊക്കെ കുറയുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ജീവിത നിലവാരത്തെ ഒന്ന് പിടിച്ചു നിർത്താനും കഴിയും. മറ്റിന്ധനം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില കുതിക്കുന്നതനുസരിച്ച് വിപണിയിലും മാറ്റം വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില മാറുന്നതിനനുസരിച്ച്, ഡോളറിന്റെ വില മാറുന്നതിനനുസരിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ പെട്രോളിന്റെ വിലയും കൂടുകയും കുറയുകയും ചെയ്യും. അപ്പം നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 100 രാജ്യങ്ങളിലേക്ക്, അതായത് പിന്നെ 2014 വരെ വാഹന കയറ്റുമതി പ്രതിവർഷം 50,000 കോടി രൂപയുടേതായിരുന്നു. 2014 വരെ. എന്നാൽ ഇന്ന് 1.2 ലക്ഷം കോടി രൂപയുടെ വാഹനങ്ങൾ ഇരട്ടിയിലധികമായി. 1.2 ലക്ഷം കോടിയാണ്. അത് മെട്രോ കോച്ചുകൾ, റെയിൽ കോച്ചുകൾ, റെയിൽ ലോക്കോമോട്ടീവുകൾ, എഞ്ചിനുകൾ എന്നിവ കയറ്റുമതി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ പര്യാപ്തതയിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ 2014 മുമ്പ് നമ്മൾ ഈ മെട്രോ കോച്ചൊക്കെ നമ്മൾ വാസ്തവം പറഞ്ഞ സാധനങ്ങൾ ഇറക്കിയിട്ട് അസംബിൾ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുകയാണ്. ഒരു വലിയ മാറ്റമാണ്. അല്ലേ? നമ്മളിപ്പോൾ ഈ റെയിലായാലും ഒക്കെ, റെയിൽ ഗതാഗതത്തിലൊക്കെ നമുക്ക് വലിയ കുതിച്ചുചാട്ടമാണല്ലേ ഉണ്ടായത്. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ ദൂരം വളരെ, ഒരു ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള ദൂരം പോലും നമുക്ക് കുറയുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ പിന്നെ ബാറ്ററി ഇലക്ട്രിക് വാഹന കയറ്റുമതിയാണ് പ്രധാനമന്ത്രി അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യുക. അതായത് ഇതൊക്കെ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ചെങ്കോട്ടയിൽ നടന്ന പ്രസംഗത്തിൽ, സ്വാതന്ത്ര്യദിനത്തിൽ, അന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് സാധാരണ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നിന്ന് വിപരീതമായിട്ടുള്ളതാണ് നമ്മൾ ഇക്കുറി നരേന്ദ്രമോദിയിൽ നിന്ന് കേട്ടത്. മുൻകാലങ്ങളിലും അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇത്തവണത്തെ ആ പ്രസംഗം ഇപ്പോഴും കാര്യമാത്ര പ്രസക്തമാണ്. പത്രങ്ങൾ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പോലും കൊടുത്തിരുന്നു. ഒരു പ്രധാനമന്ത്രിയുടെയും ഒരു ചെങ്കോട്ട പ്രസംഗമോ ഒരു സംക്ഷിപ്ത രൂപമൊന്നും മുൻകാലങ്ങളിൽ വന്നിട്ടില്ല. അത് വലിയൊരു പ്രസക്തിയായിട്ട് ആരും അത്ര എടുത്തിട്ടില്ല. സർക്കാർ തലത്തിൽ അത് രേഖയാണ്. പക്ഷേ അതിനകത്ത് എടുത്തു പറയുന്ന കാര്യം ലോക വിപണിയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ, ഈ കയറ്റുമതിയിലൂടെ തന്നെ നമ്മൾ 3ാം പിന്നെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നതെന്ന് നരേന്ദ്രമോദി എടുത്തു പറയുകയുണ്ടായി. അടുത്ത 2 ദിവസം പ്രധാനമന്ത്രി പിന്നെ ഗുജറാത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന് പോവുക വാഹന നിർമ്മാണ. അതെ, അത് ഇതിനകത്ത് പറയുന്നത് 100-ലധികം രാജ്യങ്ങളിലേക്ക് ഭാരതത്തിൽ നിർമ്മിച്ച ഇവ ഇലക്ട്രിക് വാഹനങ്ങൾ കയറ്റുമതിയും, ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള സുസുക്കിയുടെ ആഗോള നിർമ്മാണ കേന്ദ്രമായിട്ട് ഇന്ത്യ മാറി. ജപ്പാൻ കമ്പനി സുസുക്കി ഇന്ത്യയിൽ വന്ന് മുതൽ മുടക്കി ഒരു വലിയ ഫാക്ടറി സ്ഥാപിച്ച് ഇവിടെ നിന്ന് വാഹനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാം. അപ്പോൾ ഓർക്കണം, തൊഴിൽ സാധ്യത എത്ര വളരെ കൂടി. സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് വന്നു.
ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ കയറ്റുമതിയിലൂടെ നമുക്കൊരു വലിയ ലാഭം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണ്. ഇതിനകത്ത് വേറെ കാര്യം നോക്കേണ്ടത്, പ്രതിപക്ഷം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിൽ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. 2014 മുതൽ അവർ ഇങ്ങോട്ട് പറയുന്നതാണ്. അവിടെയാണ് ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നത്. ഇതിന് കാരണം ഇതിനകത്ത് തൊഴിൽ സാധ്യത കൂടിയല്ലേ വരുന്നത്. സാങ്കേതിക വശത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നു, അതിനോടൊപ്പം തന്നെ എത്രയോ ലക്ഷം പേർക്ക് ഇതിനകത്ത് തൊഴിൽ സാധ്യതയിലേക്കും പോവുകയാണ്. അപ്പോൾ ഇതിനകത്തോടെ നമ്മൾ ഇതൊക്കെ മൂന്നാം ശക്തിയായി മാറുന്നതിൻ്റെ, ലോക സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാം ശക്തിയായി മാറുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്, അടയാളങ്ങളാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർണായക നേട്ടത്തിന് അരികെ തന്നെ നിൽക്കുകയാണ് രാജ്യം. ഇതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. പ്രധാനമന്ത്രി മുമ്പ് തന്നെ പറഞ്ഞിട്ടില്ല, നമ്മൾ ഈ ധാരാളം ഈ കളിപ്പാട്ടങ്ങൾ പോലും എവിടുന്നാണ് നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കാമല്ലോ എന്ന് വില കുറച്ച് ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കളിപ്പാട്ട നിർമ്മാണത്തെക്കുറിച്ചൊക്കെ മൻ കി ബാത്തിൽ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ പല സംസ്ഥാനങ്ങളിലും ഉൾനാടൻ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾ, ഈ വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാക്കി അവിടെ നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങൾ. എന്തിന് കഴിഞ്ഞ ബഡ്ജറ്റിലാണ്, എനിക്ക് ഓർമ്മ വരുന്നതാണ്, ബീഹാറിലെ അവിടെ ഈ താമര മുട്ടുകൾ, അതെ അതെ അതെ, നമ്മൾ സംസാരിച്ചാണ്, ഞാനും സാറും കൂടെ ഇരുന്ന് എത്രയോ പിന്നെ കോടി താമര അല്ലി. അത് ഏറ്റവും വലിയ ഗുണകരമായ സംഭവമാണ്, പ്രോട്ടീൻ ഒരുപാടുള്ള ഒരു ആഹാരം. അത് പിന്നെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നു. എത്രയോ കോടി നമ്മളൊക്കെ ഇതിനകത്തൂടെ സമാഹരിക്കാൻ കഴിയും എന്നാണ് ഈ താമരപ്പൂ കൃഷി വലിയ രീതിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ആരംഭിക്കാൻ. ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ കേരളത്തിലും പറ്റുന്നതാണെന്ന്. കേരളത്തിൽ ധാരാളം കുളങ്ങളും ചതുപ്പുകളും ഒക്കെ നമുക്കുണ്ട്. ഈ താമര കൃഷി ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമ്മൾ എനിക്കിതിന്ന് മനസ്സിലായി, പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട, വെള്ളം ഉള്ളിടത്ത്. ഇതിന്ന് എനിക്ക് മനസ്സിലായത്, ഈ 14 മോദി അധികാരത്തിൽ വരുമ്പോൾ ഈ മനുഷ്യരിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എല്ലാം തന്നെ അദ്ദേഹം ചേർത്ത് നിർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടു. ഇതുപോലെ ഈ ഉൽപ്പന്നങ്ങളിലും ഈ മാറ്റി നിർത്തി ഇതുണ്ട്. നമ്മള് ചില തൊട്ടുകൂടായ്മകൾ കൽപ്പിച്ച് മാറ്റി നിർത്തുന്നത്. ഇപ്പൊ തന്നെ ഈ താമര വോട്ടിന്റെ കാര്യം തന്നെ ആര് കണ്ടെത്തിയത് അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മഖാന, അതിന്റെ പേര് മഖാന. അത് അപ്പൊ ഈ കുപ്പയിലെ മാണിക്യം കണ്ടെത്തുക എന്നുള്ള ഒരു ചൊല്ല് വലിയ കഴിവാണ്. അത് വളരെ അർത്ഥവത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വ്യക്തികളെ, അതുപോലെ തന്നെ നാട്ടിലുണ്ടായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളെ നമ്മൾ അവഗണിച്ച് നിർത്തിയതുണ്ട്, അവയെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, കൃഷിക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ആ കൃഷിയെയും സംരക്ഷിച്ച് കൊണ്ടുപോകും. ഇതിപ്പോൾ സാങ്കേതിക വശം മാത്രമാണ്, ടെക്നോളജിയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളും മറ്റുമൊക്കെ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ വിദേശങ്ങളിലേക്ക് പോയി പഠനം നടത്തി അവിടെ ജോലി ചെയ്ത് തമ്പടിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ നിർത്താനായിട്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടണ്ട. അതെ, കാരണം സ്വന്തം രാജ്യം, അവനവന്റെ മണ്ണിൽ ജീവിക്കാമല്ലോ. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഇപ്പം നമ്മൾ ഈ സമ്പദ് വ്യവസ്ഥയിൽ ഇങ്ങനെ കുതിക്കുകയാണെന്നുണ്ടെങ്കിൽ വിദേശങ്ങളിലേക്കൊക്കെ പോയവർ തിരികെ വരും, നമ്മുടെ വരാനുള്ള സാധ്യത പോലും ഇതിനകത്തോടുണ്ടാകും എന്നുള്ളതാണ്. അപ്പം പ്രധാനമന്ത്രി 2 ദിവസം ഗുജറാത്തിൽ തങ്ങിക്കൊണ്ടാണ് ഈ പരിപാടികൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുക, അതിൻ്റെ ഉദ്ഘാടനവുമാണ്. ഇത് വലിയൊരു സംഭവമായി മാറുകയും ചെയ്യുന്നുള്ളത്.